നമസ്കാരം. പല മണ്ടത്തരങ്ങളും കാണിച്ചു കൂട്ടുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കിട്ടിയിരിക്കുന്ന പദവിയാണ് ലോക കോമാളി എന്ന്. ഇറാനെ പേടിപ്പിക്കുവാനും ലോകത്തെ മുൾമുനയിൽ നിർത്താനുമായി കപ്പൽ പടയെ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിരിക്കുന്നത്. എന്തായാലും അമേരിക്കൻ നാവികസേനയുടെ ഏറ്റവും ശക്തമായ നിമിറ്റ്സ് ക്ലാസ് സൂപ്പർ കാരിയർ ആണ് USS എബ്രഹാം ലിങ്കൺ. അതായത് കടലിലൂടെ ഒഴുകി വരുന്ന സൈനിക പടയാണ് ഇത്. ഈ യുദ്ധക്കപ്പലിനെ ആക്രമിച്ചാൽ അത് അമേരിക്കയിൽ ബോംബിടുന്നതിന് തുല്യമാണ്. ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ആസ്ഥാനമാക്കി ഒരു വലിയ ആക്രമണമാണ് ട്രംപ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കൺ ഇറാന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. തങ്ങളുടെ സന്നാഹം കണ്ട് ഇറാൻ പേടിച്ച് വിരളുമെന്ന് വിശ്വസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനാണ് ഇവിടെ തെറ്റിയിരിക്കുന്നത്. ഇറാന് എതിരെ ഏതൊരു ആക്രമണം ഉണ്ടായാലും US എബ്രഹാം ലിങ്കൺ മാത്രമല്ല, സകല അമേരിക്കൻ താവളങ്ങളും ചാരമാക്കാനാണ് ഇറാന്റെ പദ്ധതി. ഇതിനായി അവർ സകല സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇറാനിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളിലെ ട്രംപിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ തകർക്കുവാനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ തന്നെ ലക്ഷ്യമിടാനുമാണ് ഇറാൻ മടിക്കില്ല. ആയത്തുള്ള അലി ഖമേനിക്ക് വല്ലതും സംഭവിച്ചാൽ ഇതും ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് തന്നെയാണ് ഇറാൻ ഊട്ടിയുറപ്പിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ആദ്യം ഇറാന്റെ ലക്ഷ്യം USS എബ്രഹാം ലിങ്കനെ തന്നെയായിരിക്കും. ഈ യുദ്ധക്കപ്പൽ ഇറാൻ കടലിൽ മുക്കിയാൽ അതിനകത്തുള്ള ആയിരക്കണക്കിന് സൈനികരും കൊല്ലപ്പെടും. യുദ്ധവിമാനങ്ങളും കടലിൽ താഴും. ഖത്തറിലെയും ബഹറിലെയും അമേരിക്കൻ താവളങ്ങളും ചാരമാകും. ചീവീടുകളെ പോലെ പറന്നു വന്ന് ആക്രമിക്കുന്ന ആധുനിക ഡ്രോണുകൾ മുതൽ വമ്പൻ ബാലിസ്റ്റിക് മിസൈലുകൾ വരെയുള്ള ഇറാൻ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ അമേരിക്ക കെട്ടിപ്പൊക്കിയ സകല ഇമേജുകളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാകും. ലോകം ആഗ്രഹിക്കുന്നതും അമേരിക്കയുടെ വീഴ്ച തന്നെയാണ്. റഷ്യയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും സമ്മർദ്ദ ഫലമായി പിന്നോട്ട് പോയിരുന്ന ട്രംപ് പെട്ടെന്നൊരു നിലപാട് മാറ്റി വിമാനവാഹിനി കപ്പലിനെ ഇറാനെ ലക്ഷ്യമിട്ട് അയച്ചിരുന്നു. ഈ യുദ്ധക്കപ്പൽ നേരത്തെ ദക്ഷിണ ചൈന കടലിലാണ് അമേരിക്ക വിന്യസിച്ചിരുന്നത്. എന്നാൽ സാഹചര്യം കണക്കിലെടുത്ത് പെന്റഗൺ തങ്ങളുടെ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ ഇറാനോട് അടുത്ത് വിന്യസിക്കാൻ തീരുമാനിച്ചത്. ട്രംപിന്റെ സമ്മർദ്ദ ഫലമാണ് ഇതെന്തായാലും. ഒരു ഇടത്തരം സൈന്യത്തിന് തുല്യമായ ഫയർ പവർ ഗ്രൂപ്പിന് മാത്രമാണ് സൈനിക വിദഗ്ധർ എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും USS എബ്രഹാം ലിങ്കന്റെ ഫ്ലാഗ്ഷിപ്പാണ് ഇത്. ഒരു കപ്പൽ മാത്രമല്ല, ഒരു മൊബൈൽ എയർബസ് കമാൻഡ് സെന്ററും കൂടിയാണ്. കാരിയർ കൂടാതെ ഈ ഗ്രൂപ്പിൽ 3 മുതൽ 4 വരെ അത്യാധുനിക ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയികൾ, 1 മുതൽ 2 വരെ ആണവ ആക്രമണ ശേഷിയുള്ള അന്തർവാഹിനികൾ, വിതരണ ഇന്ധന പിന്തുണ കപ്പലുകൾ എന്നിവ ഉൾപ്പെടുന്നു. ആവശ്യമെങ്കിലും ഈ ഗ്രൂപ്പിന് മാസങ്ങളോളം കടലിൽ താമസിച്ച് പോരാടാനാകും. ഏകദേശം 1 ലക്ഷം ടൺ ഭാരമുള്ള USS എബ്രഹാം ലിങ്കൺ ആണവോർജത്താൽ പ്രവർത്തിക്കുന്നതാണ്. അതായത് ഇതിന് കുറഞ്ഞ തോതിലുള്ള ഇന്ധനം നിറയ്ക്കൽ മാത്രമേ ആവശ്യമായി വരൂ. ഈ വിമാനവാഹിനി കപ്പലിൽ മാത്രം ഏകദേശം 5000 മുതൽ 6000 വരെ സൈനികരെയും വ്യോമസേന വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം മുഴുവൻ ആക്രമണ ഗ്രൂപ്പും കൂടി ഈ എണ്ണം 7000 മുതൽ 8000 വരെയും ഉണ്ടാകും. ഈ സൂപ്പർ കാരിയർ വിന്യസിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തിയാണ്. ഇതിൽ ഏകദേശം 65 മുതൽ 70 വരെ യുദ്ധവിമാനങ്ങളും പിന്തുണനാ വിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ F/A-18E/F സൂപ്പർ ഹോർണറ്റ്, അത്യാധുനിക സ്റ്റെൽത്ത് ഫൈറ്റർ F-35C ലൈറ്റനിങ് II, EA-18G ഗ്ലൗവർ, E-2D ഹോളി ഐ, MH-60 സീഹോക്ക് ഹെലികോപ്റ്റർ എന്നിവ ഉൾപ്പെടുന്നു. ഈ വിമാനങ്ങൾക്ക് രാവും പകലും പറക്കാനും ആക്രമണം നിരീക്ഷിക്കുവാനും പ്രതിരോധം എന്നീ 3 ജോലികൾ ചെയ്യുവാനും പരിശീലനം ലഭിച്ചിട്ടുള്ളതാണ്. ഡിസ്ട്രോയറുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും തൊടുക്കാൻ കഴിയുന്ന 100 കണക്കിന് ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകളും ഈ ഗ്രൂപ്പിലുണ്ട്. ഒരു കണക്കനുസരിച്ച് മുഴുവൻ ഗ്രൂപ്പിനും ഒരേ സമയം 500 മുതൽ 1000 വരെ ടോമാഹോക്ക് മിസൈലുകൾ വിക്ഷേപിക്കുവാൻ സാധിക്കും. എന്തായാലും ഇറാന്റെ മിസൈലുകളെ തടയാൻ ഇസ്രായേലിന്റെ അയൺ ഡോമിനും അമേരിക്കയുടെ താടനും കഴിയാത്തതിനാലാണ് ഇസ്രായേലിനുള്ളിൽ ഇറാന്റെ മിസൈൽ 6 മാസം മുമ്പ് പതിച്ചിരുന്നത്. അതുപോലെ തന്നെ മുന്നറിയിപ്പ് എന്ന നിലയിൽ അതേ കാലയളവിൽ ഖത്തറിലും അമേരിക്കൻ താവളത്തിലും ഇറാൻ തൊടുത്തുവിട്ട പ്രതീകാത്മക മിസൈൽ പോലും തടുത്തിടാൻ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അമേരിക്ക വല്ലാതെ അങ്ങ് കളിച്ചാൽ USS എബ്രഹാം ലിങ്കൺ മാത്രമല്ല, അമേരിക്കയുടെ പലതും കത്തിച്ചാമ്പലാകും. ഇതൊരു സാധ്യത മാത്രമല്ല, ഉറപ്പ് കൂടിയാണ്.